ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടോ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഓർഡറിൻ്റെ തിരക്കും പിന്നെ കുറച്ച് മടിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മുടങ്ങാതെ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ പതിവ് പോലെ തന്നെ നമ്മുടെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊരിച്ച പത്തിരിൻ്റെ. ഇപ്പോഴും പിന്നെ വേല പൂരം അങ്ങനെ ഉത്സവങ്ങളുടെ സീസണാണല്ലോ, അതുകൊണ്ട് നമുക്ക് പൊരിച്ചപ്പത്തിൻ്റെ ഓർഡർ ഇത്തിരി കൂടുതലായിരിക്കും കേട്ടോ കാലത്ത്. ഇക്കാക്ക് പിന്നെ കാലത്ത് കടകളിൽ പത്തിരി കൊണ്ട് കൊടുത്തു വന്ന അപ്പം ചായ വേണം കേട്ടോ. അങ്ങനെ ഇക്കാക്ക് ചായയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാലൊക്കെ ഒന്ന് കാച്ചാൻ വെച്ചിട്ട് പിന്നെ പൊരിച്ചപ്പത്തിൻ്റെ ഓർഡർ കഴിയാനായിട്ടുണ്ട്. പിന്നെ അതും കൂടെ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ കാലത്തുള്ള പൊരിച്ചപ്പത്തിൻ്റെ ഓർഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ മെഷീനൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ മെഷീനൊക്കെ കഴുകിയെടുത്തു. പിന്നെ മോൾക്കൊന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. ഇന്ന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചോറും കൂടെ പാത്രത്തിലാക്കി അങ്ങനെ സാമ്പാറൊക്കെ വെച്ചിട്ട് പിന്നെ അതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചൂടാറിയതിന് ശേഷം അതൊക്കെ ഒരു ഡെപ്പിയിലാക്കി പപ്പടം കൂടി ആക്കിയിട്ട് അവൾക്ക് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 7:30 ആകുമ്പോഴേക്കും മോൾ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അവൾ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. അങ്ങനെ മോള് പോയതിന് ശേഷം പിന്നെ ഇന്നലെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ഇപ്പോൾ ചൂടാനുള്ള മാവിനൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള മാവിനൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവൊക്കെ വെച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ആവുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുറേ പാത്രം കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ്. അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുറ്റൊക്കെ ഒന്ന് വേഗം അടിച്ചെടുക്കുകയാണ്. അങ്ങനെ മുറ്റൊക്കെ അടിച്ച് സീറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കട്ടൻ ചായയും കൂടി വെക്കാൻ കേട്ടോ. എനിക്ക് ഉക്കാക്കുള്ളത് ഞാനും ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മുടെ സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അലക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മെഷീനിലിട്ടിട്ട് വന്നിട്ട് വേഗം മാവൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. എനിക്കിനി 200 പൊരിച്ചപ്പത്തിൻ്റെ ഓർഡറും കൂടെ ഉണ്ട്. അത് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ പപ്പടം കൂടി വറുത്താൽ മതി. അപ്പോൾ പിന്നെ ഓർഡറുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ വഴിയുള്ളൂ. അങ്ങനെ മാവൊക്കെ വാട്ടി അതിനൊക്കെ ഒന്ന് വേഗം കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ മാവൊക്കെ കുഴച്ച് അതിനൊക്കെ പരത്തി വേഗം പൊരിച്ച് കൊടുക്കും കൂടെ ചെയ്യുകയാണ്. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ അതിനകത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞാൻ ഇവരെല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.